നമ്മളോടുള്ള ചെറുപ്പകാലത്ത് നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചർ നമ്മളോട് ചോദിക്കാറുണ്ട്, ആർക്കെല്ലാം ഏതെല്ലാം മത്സരങ്ങളിൽ പങ്കെടുക്കണം താല്പര്യമുള്ളൊരു പേര് കൊടുക്കുക. നമ്മൾ ആരെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടോ? കുറച്ച് പേര് 50 55 പേരും ക്ലാസ്സിലുണ്ടെങ്കിൽ 4 5 6 പേരും മാത്രമായിരുന്നു പേര് കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പേര് കൊടുക്കാൻ ഒരു മടി. പലർക്കും പല കഴിവുകളുമുണ്ട്. കഴിവില്ലാത്ത മനുഷ്യനില്ല, കഴിവില്ലാത്ത കുട്ടികളില്ല. എല്ലാവർക്കും അതിൻ്റേതായ ഒരു കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്താണെന്ന് അവർ തന്നെ കണ്ടെത്താൻ നോക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഞാനെല്ലാം പേര് കൊടുക്കണം. ഒരു മത്സരത്തിൽ പോലും, എന്തിന് 5 പൈസ ചിലവില്ലാത്ത ഒരു ഓട്ട മത്സരത്തിന് പോലും പേര് കൊടുക്കാൻ മടിയായിരുന്നു. കാരണം നമ്മൾക്ക് പങ്കെടുത്താൽ തോൽക്കുമോ, തോറ്റു കഴിഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുന്നത് കൊണ്ടാണ്. ആ ചിന്താഗതിയെ നമ്മൾ അന്ന് മാറ്റേണ്ടത്. അന്ന് നമ്മൾക്ക് അറിവില്ല, പിഞ്ചു കുട്ടികളാണ്, അറിയാം. പക്ഷേ ഇന്ന് നമ്മളെല്ലാം വലുതായ തലമുറകൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ചെയ്താൽ ജയിക്കുമോ തോൽക്കുമോ എന്നറിയാതെയാണ് നമ്മളത് പേടിച്ച് പിന്മാറുന്നത്. പേടിയാണ് ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ്റെ എന്ന് പറയുന്നതാണ് ശരി. ജയിക്കാൻ വേണ്ടി മാത്രം എല്ലാവരും ജയിക്കണമെന്നില്ല. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന 10 കുട്ടികളിൽ ഒരാൾ മാത്രമേ ജയിക്കുന്നത്. സെക്കൻഡ് വരുന്ന കുട്ടി ചെറിയ പോയിൻ്റ് ഡിഫറൻസിനായിരിക്കും സെക്കൻഡ് ആവുന്നത്. തേർഡും ഫോർത്തും അതുപോലെ തന്നെയാണ്. മത്സരിച്ചാലേ അറിയുള്ളൂ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത്. മത്സരങ്ങൾ എന്നും നമ്മുടെ ഇതിലുണ്ടാവണം. ജീവിതത്തിൽ ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ജയമോ തോൽവിയോ അത് എന്തുമാവട്ടെ, മത്സരങ്ങളും പ്രയത്നങ്ങളും ഇനിയും തുടരും. ഓക്കെ.